എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പ് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കുംഭമീന മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് സമയമായിരിക്കും. നമ്മളിപ്പോൾ തണുപ്പാണെങ്കിൽ പോലും നമ്മൾ 2 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഇത്തിരി തണുപ്പൊക്കെ കാണും. അത് വിടുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ശീതളപാനീയമാണ് നമ്മുടെ കരിക്ക്. അപ്പോൾ കരിക്കിൻ വെള്ളമൊക്കെ എല്ലാവർക്കും കുടിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ. എൻ്റെ മകൾക്കാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ എപ്പോഴാണെങ്കിലും കരിക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് മേടിക്കണം. അവളുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കരിക്കും വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ മേടിച്ച് കൊടുക്കാറുമുണ്ട്. ഒരു കരിക്കിനൊക്കെ 50 രൂപയൊക്കെയാണ് റേറ്റ്. 50, 55, 60 വരെയൊക്കെ ഉണ്ട്. എന്നാലും മേടിച്ച് കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ തെങ്ങൊന്നുമില്ല. ഒരു തെങ്ങുണ്ട്, അതൊരു മണ്ടയടച്ചതാണ്. അതിനകത്ത് അഥവാ പിടിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് മണ്ടരി ബാധിച്ച പോലെയുള്ള തേങ്ങകളുണ്ടല്ലോ, കോഞ്ഞാട്ട, അതൊക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോഴത്തേക്ക് കരിക്ക് വേണമെന്ന് പറയുമ്പോൾ അവൾക്ക് മേടിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇനി തൊട്ടുണ്ടല്ലോ ആ കരിക്ക് വേടിപ്പ് ഞാനങ്ങ് നിർത്തി. അതിന് പറയാനായിട്ടൊരു കാരണമുണ്ട്. നമ്മളിപ്പോൾ അമിതമായിട്ട് വയറിളകിയാലും ഛർദ്ദിച്ചാലും പനിയൊക്കെ വന്നാലും ക്ഷീണം മാറാനായിട്ട് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ശരിക്കും കരിക്കാണ് മേടിച്ച് കൊടുക്കുന്നത്. കരിക്കും വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരം ഇത് കുടിച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങ് സെറ്റാവുമെന്ന്. ഇനിയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആ തെറ്റ് നമ്മൾ ആരും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത് തന്നെ. അപ്പോൾ പലരും പറയും, ഇതെന്താ ഇതീ പരമില്ലാത്തൊരു കാര്യമൊക്കെ പറയുന്നത്, ഇതെന്താണ് പണ്ട് തൊട്ടേ കരിക്കും വെള്ളം തന്നെയാണ് എല്ലാത്തിനും ഉത്തമമെന്നൊക്കെ കുറേ ആളുകളൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ നേരിട്ട് നാളികേരത്തിൽ നിന്ന് അടത്തി, അതായത് നമ്മുടെ നാടൻ തേങ്ങ, നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള തേങ്ങ നമ്മുടെ വീട്ടുപറമ്പിൽ ഉണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. ആ ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിച്ച് ക്ഷീണവും മാറും, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതുപോലെയല്ല, വഴിയോര കച്ചവടക്കാരിൽ നിന്നും ഒരു കാരണവശാലും നമ്മളത് മേടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ആരുടെയും വയറ്റത്തടിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കാനും പാടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കരിക്കുണ്ടല്ലോ, ചില തെങ്ങുകൾ കായ്ക്കാറേയില്ല, ചിലത് കായ്ക്കില്ല. അപ്പോൾ കായ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് അത് കായ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിന് കായ്ഫലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിറയെ വെള്ളമുള്ള കരിക്കുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്ത് ഭയാനകമായിട്ടുള്ള വിഷങ്ങളാണ് അടിച്ചു വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് അത്തരത്തിലുള്ള എന്താണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കരിക്കൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് അവരതിൽ ചെയ്യുന്ന കൃത്രിമം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും അത് ഉപയോഗിക്കില്ല. എന്തായാലും നമുക്ക് അത്തരത്തിലൊരു വീഡിയോ കണ്ടിട്ട് ഇനി ബാക്കി കാര്യം പറയാം. നിരോധിക്കാനും കർഷകർ തെങ്ങിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ച അലൂമിനിയം ഫോസ്ഫൈഡ് ഗുളികകളാണ്. നാവിൽ വച്ചാൽ മതി മരണമുറപ്പെന്ന് ചുരുക്കം. അത് ഉപയോഗിക്കുന്ന രീതി കൂടി കാണുക. കായ്ഫലം കുറഞ്ഞതും രോഗം ബാധിച്ചതുമായ തെങ്ങുകളിൽ 2 ഇഞ്ച് ആഴത്തിൽ ദ്വാരമുണ്ടാക്കും. അതിലേക്ക് അലൂമിനിയം ഫോസ്ഫൈഡ് ടാബ്ലറ്റ് 2 എണ്ണം തിരികെ കയറ്റിയ ശേഷം മണ്ണ് കുടച്ച് ദ്വാരമടയ്ക്കും. നമ്മൾ കുഴിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും? സെക്കൻഡ് ഓപ്പൺ ആക്കിയില്ലേ, ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞ വായുവിന്റെ അറിയുന്ന 1 മാസത്തിനുള്ളിൽ ഫലം കണ്ടു തുടങ്ങും. ഇളനീരുകളിൽ വെള്ളം കൂടുതൽ ലഭിക്കാനും പുറമേ ഉണ്ടാകുന്ന പാടുകളും കീടശല്യങ്ങളും പൂർണ്ണമായും ഇല്ലാതാകും. ഉഗ്രവിഷമായ അലൂമിനിയം ഫോസ്ഫൈഡ് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അലിഞ്ഞ് തെങ്ങിന് മുകളിൽ വരെ വ്യാപിച്ച് ഫലമുണ്ടാക്കി തരുമെന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്നു. മാത്രമല്ല മറ്റ് ഫലവൃക്ഷങ്ങളിലും പ്രയോഗിക്കാമെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര മാരകമായിട്ടുള്ള വിഷമാണ് അടിച്ച് കയറ്റി ഓമാർ ഇത് സമയത്ത് ഇത് പറയുന്നതിനാകുമ്പോൾ വെച്ച് പാകമാക്കി നമ്മളെ കൊണ്ടുവന്ന് തരുന്നതെന്ന്. ശരിക്കും ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടാവാം. വേറെ എവിടെയെങ്കിലും പോകണോ, ലിവർ രോഗമായാലും അതിമാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ നമ്മളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഇത് നമ്മളെ എത്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിനൊന്നും തടയിടാൻ ആരെക്കൊണ്ട് സാധിക്കുന്നില്ലെന്നുള്ളത് ലജ്ജാകരം തന്നെയാണ് അല്ലേ. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. നമ്മുടെ നാട്ടിൽ കുറച്ച് റബ്ബറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആള് കന്തസല്ലേ. ഈ പറയുന്നത് പോലെ എനിക്ക് തന്നെ അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം തെങ്ങും തോപ്പുകൾ വെട്ടി നശിപ്പിച്ചിട്ട് റബ്ബർ ഇട്ടിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് പോലും.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാകുന്നത്? എന്നിട്ട് ഈ പുള്ളിക്കാർ ചെയ്യുന്നത് എന്താണ്? ഇതുപോലെ തേങ്ങയൊക്കെ പുറത്തുനിന്ന് മേടിക്കും. ഇപ്പോൾ നമുക്കൊക്കെ എന്ന് വെച്ചാൽ 1 കിലോ തേങ്ങയ്ക്ക് 70-75 രൂപയൊക്കെ വരെ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാണ് ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന്. ഇപ്പോൾ ആരുടെയും പറമ്പിൽ തേങ്ങയില്ല, തെങ്ങുമില്ല, ഒന്നുമില്ല. കാര്യം റബ്ബറിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെയുള്ള രോഗങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുകയാണ്. ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളാരും നമ്മുടെ ആ ഒരു ശീതളപാനീയമെന്ന് പറഞ്ഞിട്ട് ആരും ഇളനീര് മേടിച്ച് കുടിക്കാതിരിക്കുക. അതിനകത്ത് കരിക്കൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. അത് ഹോസ്പിറ്റലിലാണെങ്കിലും ശരി തന്നെ, പനിയോ ഛർദിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ഷീണത്തിന് വേണ്ടിയിട്ട് വേണ്ട, ഈ തെങ്ങും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്കുണ്ടല്ലോ നന്നായിട്ട്, ഞാൻ പറയട്ടെ, നന്നായിട്ട് അരി കഴുകി പക്ഷേ അരി കഴുകുമ്പോഴും ഇതുപോലെ തന്നെയാണ്, നിറയെ വിഷങ്ങൾ അടിച്ച് തന്നെയാണ് ഇത് വരുന്നത്, കേടുകൂടാതിരിക്കാൻ. പണ്ടൊക്കെ നമ്മൾ മേടിക്കുന്ന അരിയിൽ പ്രാണികളൊക്കെ ഉണ്ടാവുമായിരുന്നു, നിലമ്പുഴു എന്ന് പറയും, ഒരു കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അതൊന്നും ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് വിഷം അടിച്ച് വരുന്നത് കൊണ്ടാണ് അതൊന്നും ഇല്ലാത്തത്. അപ്പോൾ തന്നെ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അരി കഴുകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. അരി ഒരു 5-6 വെള്ളം നന്നായിട്ട് ഞെവിടി പിഴുക്കി തന്നെ നന്നായിട്ട് കഴുകുക. പോരെങ്കിൽ ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് വാർത്തിടുമല്ലോ. വാർത്തിടുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളം ഇങ്ങെടുക്കുക. അത് ലേശം ഉപ്പിട്ടോ ഉപ്പിടാതെയോ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഇളനീരിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നല്ല ക്ഷീണവും തളർച്ചയും എല്ലാം നന്നായിട്ട് മാറും. ഇനി ആ വെള്ളം കുടിക്കുന്നത്, കഞ്ഞിവെള്ളം കുടിക്കുന്നത് പ്രഷറുള്ള ആളാണെങ്കിൽ തീർത്തും ഉപ്പിനെ അങ്ങ് ഒഴിവാക്കുക. പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് ഞാൻ പറയുന്നില്ല, ഷുഗർ ഉള്ളവരാണെങ്കിൽ കഴിക്കാൻ നിൽക്കേണ്ട, കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് നിൽക്കേണ്ട. പക്ഷേ അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ സുഖമായിട്ട്, അത് കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഒരു 5 പൈസയും പണച്ചെലവും ഇല്ല, നിങ്ങൾക്ക് രോഗവും വരില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കാടി നന്നായിട്ട് കഴുകി കളഞ്ഞേ പറ്റൂ. കാരണം കെമിക്കലൊക്കെ അടിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കുക. ഇനി നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം. എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചാനലാണെങ്കിൽ പോലും എപ്പോഴും അത് മാത്രം ആയാൽ പറ്റില്ലല്ലോ. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കൊണ്ടുവരാം. തൽക്കാലം എന്താണ്, എല്ലാവർക്കും ബൈ.